തോന്നിയായിരിക്കും. കള്ള് മൊത്തം കഴിയുമ്പോഴേ പലതും തോന്നും, കാണാത്ത പലതും കണ്ടു തോന്നും. പിന്നെ ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ കണ്ടാ നീ സാധനം ആരെ തിരിക്കൊണ്ട് പോണത്. വിൽസുണ്ടോ? എപ്പോഴും കാണൂല പോക്കറ്റ് ഓർമ്മ ഓർമ്മ നോക്കണം പട്ടണം. എപ്പോഴും എന്റെ രണ്ട് പാക്കറ്റ് വിൽസ് എന്റെ വിൽസൊന്നുമില്ല, ഞാൻ വലിക്കാറൊന്നുമില്ല. അങ്ങനെ വിൽസില്ലാത്ത വിൽസില്ലല്ലോ. അപ്പൊ ആരെ ചോദ്യം കാണും, ആരെ ബീഡി കാണും, ഉറപ്പായിട്ട് ആരെ ബീഡി കളിക്കും. ഇതിന്റെ കയ്യിൽ വിൽസില്ലെങ്കിൽ ബീഡി എന്തായാലും അതിന്റെ കൂടുതൽ വലിക്കാണ്ട് നീ ആ ഗുണ്ട് വലിച്ചു വയ്ക്കാൻ മാറിക്കേ. ഞാൻ വീഡിയോയിലേക്ക് നിർത്തി. എടാ ഇപ്പൊ വലിയ കൂടിയൊന്നുമില്ല, എല്ലാം നിർത്തി ചെയ്യുക. അപ്പൊ പൊടി കാണും. നമ്മൾ എറണാകുളത്ത് പോയപ്പോ കഴിഞ്ഞ ആഴ്ച അവിടെ സാധനം മേടിച്ചില്ലായിരുന്നു പൊടി. പൊടിയോ? എന്ത് പൊടി? കുമ്മായം. എടാ പൊടി ഇത് ആ സിനിമയുടെ മാർക്ക് കൊടുത്തില്ല പെണ്ണ്, ഒക്കെ നമ്മൾ മേടിച്ചില്ലായിരുന്നോ? അതിന്റെ ബാക്കി സ്റ്റോക്ക് നിന്റെ ഈ കാണും. എന്റെ ഒരു പൊടിയിലെ കിടിയില്ല, നീ വേണ്ടതിനും പറയില്ല. പിന്നെ പൊടിയില്ല എപ്പോഴും ഇരിക്കണോടെ തുമ്പത്തൊന്നും പോയിട്ടില്ല. ആടാ എന്തെങ്കിലും ഒരു സാധനം ഊണിനുണ്ട് പ്ലീസ്. നീ വേണ്ടതിനും പറയില്ല. ഞാൻ പോരാൻ നേരത്തെ വീട്ടിനെ അമ്മൂലിയുടെ പാൽപ്പൊടി നിന്നാ. പാൽപ്പൊടി? അപ്പൊ പൊടിയില്ല. ആ ബീഡിക്കകത്ത് കഞ്ചാവ് വർക്ക് വെച്ചില്ലായിരുന്നു, അത് ഓർമ്മണ്ടാ. എന്തെങ്കിലും ഒന്ന് ഊണിന് മുമ്പ്. എടാ നീ ഇത് ആരോടെ ചോദിക്കണേ? എനിക്ക് വല്ല ദുശീലങ്ങളൊന്നുമില്ലല്ലോ. എനിക്ക് സംശയം നീ വല്ല കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് വലിച്ചിട്ട് വന്നോ. പോടാ അവിടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളൊരു കഞ്ചാവ് വലിച്ചത് ഏത്തപ്പോഴും ഞാൻ രാവിലെ വലിയ ഉച്ചയായിട്ടും തിന്ന് തീർക്കാൻ പറ്റില്ല. എന്നിട്ട് ഒന്ന് കഞ്ചാവ് വലി ഇല്ല. എന്റെ പൊന്നപ്പോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നീ എന്റെ പേരിൽ ആരോപിക്കല്ലേ? നീ വൃത്തിയോട് പറയല്ലേ? അപ്പൊ ഞാൻ വൃത്തിയോട്ടോ പോക്കറ്റ് പോലില്ല. കാശുണ്ടല്ലോ, എന്നാൽ എല്ലാ ദിവസം പോലെ ഉച്ചകഴിഞ്ഞ് ചീട്ട് കളിക്കാൻ പോയാലും ചീട്ട് പുറത്ത് ഗീറ്റുകളിയും ഓൺലൈൻ റമ്മി കളി. ഇതിന്റെ പുറമെ ഞാൻ റമ്മി കളിച്ചു വല്ല 25,000 30,000 കളി. ഇതേപോലെ ലക്ഷങ്ങൾ കളയാൻ എന്റെ ഇല്ലല്ലോ. ഇപ്പൊ 100 വെച്ചാൽ എല്ലാം പോയി. അതാണ് നമ്മുടെ അവസ്ഥ. ഇവനാണ് ഞാൻ തന്നെ. എന്റെ പൊന്നടാ നിന്റെ മറ്റേ വർത്താനം നിർത്താമോ? സാറേ കുറെ നേരമായിട്ട് ഇതോ ഇതൊരു പെണ്ണിന്റെ കല്യാണത്തിന് ചെറുക്കന്റെ ഡീറ്റെയിൽസും സ്വഭാവമൊക്കെ അറിയാൻ വേണ്ടി വന്ന ആൾക്കാരാ. ഇപ്പൊ മനസ്സിലായില്ലേ ചെറുക്കന്റെ ഗുണഗണങ്ങളൊക്കെ? ഇല്ല അളിയോ ബ്രോ? ഏതാണ്ടൊക്കെ എല്ലാം മനസ്സിലായി ബ്രോ. ഏത് ചെറുക്കന്റെ കാര്യം അറിയാമെന്നാ? ശുക്രേ, താങ്ക് യു വെരി മച്ച്. നീ എന്റെ അനന്തരമുള്ള ജീവിതം രക്ഷിച്ചു. ചെറുക്കന്റെ പടം കണ്ടപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ ഇപ്പം ബോധ്യമായി. ചെറുക്കൻ ഞാനല്ലടാ, നീയാടാ. മോനെ, ഈ ഇലമ്പൂർ അബുവിന്റെ വീട് ഏതാ? ഇലമ്പൂർ അബുവിന്റെ വീട് അടുത്ത് തന്നെയാ. എന്താ കാര്യം? എന്റെ അനന്തരവള് ഇവന്റെ പെങ്ങള്, അവർക്ക് ഇലമ്പൂർ അബുവിന്റെ ഒരു ആലോചന ഉണ്ട്. അപ്പൊ ആ ചെറുക്കന്റെ സ്വഭാവവും മറ്റു കാര്യങ്ങളും അന്വേഷിച്ചറിയാന്ന് എഴുതി ചോദിച്ചാൽ അബു ആ കവലെ കാണും. നിങ്ങൾ എന്നിട്ടേ അവന് പെണ്ണ് ആലോചിച്ചില്ലെന്ന് പറയണ്ട. വാര്യാടൻ ഷുക്കൂറിന് വേണ്ടിയ പെണ്ണെന്ന് പറഞ്ഞു. വാര്യാടൻ ഷുക്കൂർ? അതാരാ? അല്ല അതെന്തിനാ അങ്ങനെ പറയണേ? ഈ വാര്യാടൻ ഷുക്കൂർ ഞാനാ. എനിക്ക് വേണ്ടി പെണ്ണ് ആലോചിച്ച് വരുന്നത് നമ്മൾ പറഞ്ഞാലേ അവൻ തന്നെ അവന്റെ തനി സ്വഭാവം നിങ്ങൾക്ക് കാണിച്ചു തരും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇലമ്പൂർ അബുവേ അവന്റെ തനി സ്വഭാവം കാണിച്ചു തരും. നിങ്ങളല്ലേ ഞാനും കുറവരാം അല്ലേ? എടാ ഇലമ്പൂർ അബു, ഇനിയെങ്കിലും 4 പേർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ നോക്കാം. കുഞ്ഞപ്പാ, നമുക്ക് ആ മാർക്കനെ വിളിച്ചാലോ? അവനാണെങ്കിൽ ആരെങ്കിലും തല്ലാൻ നടക്കുക. എന്നിട്ട് 4 പൊട്ടിക്കാം.